ഭഗവാനിലേക്ക് അങ്ങ് എത്തും. ഇങ്ങനെ പട്ടിണിയിരുന്ന് എല്ലാ ദൈവം ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പം ഒരു നോമ്പെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ട് ഏകദേശം 5 മണി വരെ നമുക്ക് ഫുഡെല്ലാം കഴിക്കാം എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പം 5 മണിക്കുള്ളിൽ ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇനി വെള്ളവും കുടിച്ച് 5 മണിയാകുമ്പോഴത്തേക്കും എല്ലാം നിർത്തണം. ആദ്യത്തെ നോമ്പാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു എന്ന് വെച്ചാൽ രാവിലെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പം ഇതുപോലെ നോമ്പ് പിടിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ തലേന്ന് വെച്ചോ അങ്ങനെയൊക്കെ കഴിച്ച് സമ്മതിക്കണം കേട്ടോ, സമ്മതിക്കണം. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നോമ്പ് പിടിക്കണം. കോളേജിൽ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് നോമ്പ് പിടിക്കുന്നവരുണ്ട്, കുറേ പേരുണ്ട്. അപ്പം ഇവർ നോമ്പ് പിടിക്കുന്നുണ്ട്. നമുക്ക് ഫുഡൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ പിടിച്ചിരിക്കും. നമ്മളകത്തിരുന്ന് ചോറൊക്കെ ഉണ്ണുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മൾ ആലോചിക്കും. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് നോമ്പ് പിടിക്കണമെന്ന്. ഈ വെള്ളവും കുടിച്ച് ചേർത്തിട്ട് ഒരു 5 മണിയാവുന്നതിന് മുമ്പേ പോയി കിടന്നുറങ്ങണം. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ എഴുന്നേറ്റു, ഫ്രഷായി. ഇനിയിപ്പം മറ്റേ എന്ത് പറയുന്നത്, ഇത്ര നാളും നമുക്കൊരു ശൈലി ഉണ്ടായിരുന്നല്ലോ, നേരത്തെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പം കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മെൻറ്റാലിറ്റിയിൽ പെട്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല, നേരെ അടുക്കളയിൽ പോയി നിന്ന്. അപ്പോൾ അതിൻ്റേതായ ആദ്യമായിട്ടാണ് ഈ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. നോമ്പ് മാത്രമല്ല, അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കത്തില്ല, ഫുഡ് കഴിക്കാതിരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ഒരു മെൻ്റലി ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കണം എന്നറിയത്തില്ല. അങ്ങനെ പയ്യപ്പേ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മെൻ്റലി സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുക. അടുത്തത് ഇനിയിപ്പം ഇവിടെ കൂട്ടി ഫ്രണ്ട്സൊക്കെ വരും. അപ്പം വെയിലും കൂടെ ആയതുകൊണ്ട് പുറത്തോട്ട് പോകാൻ നിൽക്കാൻ പറ്റും. എനിക്ക് കുഴപ്പമില്ല, എന്നാലും പടവും കുറച്ചിനും കണ്ടുകൊണ്ടിരുന്നിട്ട് പയ്യെ പുറത്തോട്ട് പോകാൻ വെച്ചു. ഞാൻ എൻ്റെ പടം ഞാൻ വെച്ചു തരാം. പുറത്തൊഴിൽ ടി വിക്കകത്ത് ഏഷ്യാനെറ്റിലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പടം കേട്ടോ, അടിപൊളി പടം. നമ്മൾ കണ്ടിരുന്ന ആ ത്രില്ലടിച്ചു പോകും. അത് ഒരു ഫോണിൽ കണ്ടതാണ്. പക്ഷെ ഇപ്പം ഇതിനകത്ത് വന്നപ്പോൾ ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഒരു ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. ഓക്കെ ഗൈസ്, ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയൊരു തലവേദന പോലെയൊക്കെ തോന്നി, അപ്പം മാറിയത്, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പം മറ്റേ ഓസിലർ സിനിമയില്ലേ, അതും കൂടെ ഡൗൺലോഡ് ആക്കി, അതും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ച്. പിന്നെ അതുമല്ല, ഉച്ച കഴിഞ്ഞിട്ട് പോയി വൈകിട്ട് നോമ്പ് മുറിക്കാനുള്ള കുറേ സാധനങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വാങ്ങിക്കൊണ്ട് വരണം. ഒരുത്തനിവിടെ നോമ്പെടുക്കാന്ന് പറഞ്ഞാൽ എന്നെ പറ്റിച്ചിട്ട് ഇവിടെ ആരും തിന്നുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് നോമ്പെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സമയമായപ്പോൾ കാല് മാറി. ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ചയായി ഒരു 2 മണിയൊക്കെ ആയി. 2 മണിയായി. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. സിനിമ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ആ ഒരു ഫ്ലോയിലങ്ങ് പോയി. അമ്മ, ഈ നോമ്പിനെ കുറിച്ചുള്ള ഇതെന്തുവാ അറിയാമോ? ഈശ്വരന് വേണ്ടി നമ്മൾ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ പിന്നെ ആ ഭക്തി ഭഗവാനിലേക്ക് അങ്ങ് എത്തും. ഇങ്ങനെ പട്ടിണിയിരുന്ന് എല്ലാ ദൈവം അത് കാണും. നമ്മളിങ്ങനെ ഭക്തിയോടെ ഇരുന്ന് ആഹാരം കഴിക്കാതെ വെള്ളം ഇറക്കാതെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടാവും. മോക്ഷം കിട്ടുമെന്ന് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നൊക്കെ നമ്മൾ മാറി ചെയ്യുന്നതല്ലേ. നമുക്ക് മോക്ഷം കിട്ടുമെന്ന് ഭഗവാന്റെ മുമ്പിൽ ദൈവമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാപവും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ മറന്ന് നമുക്കവിടെ സ്വർഗവാതിൽ തുറക്കുമെന്നാണ്. ഈ 30 നോയമ്പും പിടിക്കുന്നവർക്ക് അന്നേരം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ട്. അമ്മമ്മയുടെ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് തന്നെയാണോ കറക്റ്റ് കാര്യം നമുക്കറിയത്തില്ല. പിന്നെ അറിയാവുന്ന രീതിയിൽ എല്ലാം പറഞ്ഞു തന്നു.
അപ്പോൾ ഇനിയിപ്പം പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങണം, കൊണ്ടുവരണം, എല്ലാം കട്ട് ചെയ്യണം, വൈകിട്ടത്തേക്കുള്ള സെറ്റ് ചെയ്യണം. ബാക്കി വീഡിയോ ഞാൻ പോയിട്ട് വന്നത്. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നട്ട്സും ഈന്തപ്പഴവും ഒക്കെ അതിരിപ്പുണ്ട്. അതെല്ലാം കൂടെ വാങ്ങി സെറ്റ് ചെയ്ത്, പിന്നെ ഒരു ചെറിയൊരു ഷാർജ അടിക്കുന്ന പരിപാടിയുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി ഇടാം. ഗൈസ്, അപ്പൊ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. തണ്ണിമത്തൻ, പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഈന്തപ്പഴം, വെള്ളം, പിന്നെ ഒരു ചെറിയൊരു ഷാർജ പോലത്തെ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ശരിയാക്കി. മാങ്ങ വിളിച്ചെന്ന് പറഞ്ഞപ്പം നമ്മ കുടിക്കാം. അതിന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഈന്തപ്പഴം വെള്ളം കുടിച്ചപ്പോ എന്തൊരു ആശ്വാസം. എനിക്കെന്താ പറയണമെന്ന് അറിയില്ല. മനസ്സ് നടന്നിട്ടോ, സന്തോഷമായി. തന്നെ വെച്ചാൽ കഴിയാ. ഇതെല്ലാം എടുത്ത് വെച്ചപ്പോ ഞാൻ വിചാരിച്ച് പകുതിയും തിന്നാൻ പറ്റുമെന്ന്. പക്ഷെ വിചാരിച്ച കൂട്ടത്ര പറ്റുന്നില്ല. എനിക്ക് തിന്നപ്പോ തന്നെ വയറ് നിറഞ്ഞുള്ളൊരു ഫീല്. എന്റെ അണ്ടിപ്പരിപ്പ് അടുത്തന്നെ മൊത്തം തിന്നണമെന്നുള്ള ആവശ്യത്തിൽ ഞാൻ വന്ന് ഇരുന്നത്. മുന്തിരി നമുക്ക് ജ്യൂസ് കുടിക്കാം. എനിക്ക് തോന്നുന്നു പറ്റത്തില്ലെന്ന് കേട്ടോ. എല്ലാം കൂടെ കഴിക്കാനുള്ള പറ്റത്തില്ലെന്ന് തോന്നുന്നു. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അത് കഴിക്കാം. കാരണം എല്ലാം കൂടെ റെസ്റ്റ് ടൈം ആയതുകൊണ്ട് അതെനിക്ക് അതിൻ്റെ ഞാൻ തോന്നുന്നു വളരെ പെട്ടെന്ന് ഫുള്ളായി തന്നെ ഇറങ്ങുന്നില്ല. ഇത്ര തിന്നാൻ പറ്റുന്നുള്ളൂ. അപ്പം അത് പിന്നെ എനിക്ക് മനസ്സിൽ നിറഞ്ഞ് സന്തോഷമായി. കാരണം എനിക്ക് ആഗ്രഹമായിരുന്നു നോമ്പെടുക്കണമെന്ന്. അത് നല്ലതുപോലെ നോമ്പെടുക്കാൻ പറ്റി എന്ന് പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ വെയിലെന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം വെയില. ആ വെയിലത്ത് ഈ നോമ്പ് നോറ്റ് പണിക്ക് പോകുന്ന ഒരു അവസ്ഥ പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നോമ്പെടുക്കുന്നവർക്ക് അറിയാമല്ലോ. എനിക്കല്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും തോന്നിയത്. ഫുഡിന്റെ വില, ഞാനാണെങ്കിൽ ഒരു നേരം പോലും ഫുഡ് കഴിക്കാതിരിക്കാത്ത ഒരാളാണ്. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ്. ഞാൻ ആദ്യമായിട്ടാണ് നോമ്പ് എടുക്കുന്നത് ഇങ്ങനെ ഫുഡ് കഴിക്കാതെ, ഒരു ദിവസം പകുതി ഫുഡ് കഴിക്കാതെ നിൽക്കുന്നത്. അപ്പം ഈ ഫുഡിന്റെ വില, സത്യം ഫുഡിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ആരായാലും ഒന്ന് നോമ്പൊക്കെ എടുത്ത് നോക്കണം. കാരണം നമുക്ക് ആ ഇത്രയും നേരം നിന്നിട്ട് നമുക്കൊരു കയ്യിലോട്ട് ഒരു പച്ച വെള്ളം കിട്ടിയാൽ ടേസ്റ്റാണ്. ഇത്രയ്ക്ക് എനിക്ക് അതിന്റെ ഫീൽ എനിക്ക് മനസ്സിലായി. പലരും പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ ഫീല് മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും എന്റെ റമദാൻ ദിന ആശംസകൾ. ബൈ.